മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീത്താമ്മയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയും അത് ചോദിക്കാൻ വന്ന റീത്താമ്മയെ മക്കളുടെ മുൻപിൽ വെച്ച് റീത്താമ്മയുടെ കള്ളത്തരങ്ങൾ വിശദീകരിക്കുകയും അപമാനിക്കുകയും ചെയ്ത് ഇറക്കി വിടുന്നതാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. ഇന്നത്തെ കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാർ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടതേ അലീന ആൻ്റപ്പന് നായ്ക്കളെ അടക്കി നിർത്താനുള്ള സൂചന നൽകി. കാലത്ത് 10 മണി മുതൽ അവൾ കൂടെ സിറ്റൗട്ടിലേക്ക് വന്നും പോയി ഇരിക്കുകയായിരുന്നു. കിച്ചണിൽ സദ്യ ഒരുക്കുന്നതിൻ്റെ മേൽനോട്ടമില്ലായിരുന്നുവെങ്കിൽ അവൾ സിറ്റൗട്ടിൽ നിന്ന് മാറാതെ അവിടെ തന്നെ നിന്നേനെ. കാർ വന്ന് സിറ്റൗട്ടിന് മുൻപിൽ മുറ്റത്ത് നിന്നപ്പോഴേക്കും അലീന ഓടിയിറങ്ങി ചെന്നു. കാറിൻ്റെ പവർ വിൻഡോകൾ താഴ്ന്നു കഴിഞ്ഞിരുന്നു. രേവതിക്കുട്ടിയാണ് ആദ്യം ഇറങ്ങിയത്. അലീന അവളെ മൃദുവായി ആശ്ലേഷിച്ചു. ഇതെന്താ, അലീന ചേച്ചിയുടെ കൈക്കൊരു ബലമില്ലാത്ത പോലെ, ഒന്ന് മുറുകെ കെട്ടിപ്പിടിച്ചേ. രേവതിക്കുട്ടി അവളെ വട്ടം കെട്ടിപ്പിടിച്ചു. നിലത്ത് നിന്ന് പൊക്കി ഒന്ന് ചുറ്റിത്തിരിച്ചു. എടി പെണ്ണെ, താഴെ നിർത്ത്, എൻ്റെ വാരിയിലൊടിയും, അലീന പറഞ്ഞു. ഓ, ഞാൻ ഉദ്ദേശിച്ചത്രയും കനമൊന്നും ആയിട്ടില്ല. രേവതിക്കുട്ടി അവളെ താഴെ നിർത്തി. അവരുടെ കെട്ടിപ്പിടുത്തവും വട്ടം കറക്കലും എല്ലാം കണ്ട് നാണിച്ച് ചിരിയോടെ വിരൽ കടിച്ചുകൊണ്ടാണ് ചിന്നുമോൾ ഇറങ്ങി വന്നത്. അലീന അവളെ പൊക്കിയെടുത്തു. തലയ്ക്ക് മീതെ ഉയർത്തിയപ്പോൾ അവൾ കിലുകിലെ ചിരിച്ചു. താഴോട്ടിടട്ടെ? ആം, ചിന്നുമോൾ സമ്മതിച്ചു. ചെറുതായി പിടിവിടുന്ന പോലെ അഭിനയിച്ച് അലീന അവളെ തൻ്റെ തോളത്തേക്ക് അണച്ചു പിടിച്ചു. നെറ്റിയിലും ശിരസിലും ഉമ്മ വെച്ചു. പിന്നെ അവളെ താഴെ നിർത്തി. പൊന്നുമോളങ്ങ് വെളുത്തു തുടുത്ത് സുന്ദരിക്കുട്ടിയായി കേട്ടോ, അലീന അവളെ അഭിനന്ദിച്ചു. അത് കേട്ടപ്പോഴേക്കും ചിന്നുമോൾക്ക് ചിരി വന്നു. ഇതിൻ്റെ കമൻറ്റും കൂടി ഒന്ന് പറഞ്ഞേക്കണേ. ഷെറിനെ പിടിച്ചിറക്കി അലീനയുടെ മുന്നിൽ നിർത്തി അവളുടെ ഷാളും ചുരിദാറിൻ്റെ ചുളിവും നേരെയാക്കിക്കൊണ്ട് രേവതിക്കുട്ടി ചോദിച്ചു. ഇതിൻ്റെ ചർമ്മം കണ്ടാൽ കല്യാണം കഴിച്ചതാണെന്നോ ഈ കൊച്ചിൻ്റെ അമ്മയാണെന്നോ തോന്നുമോ? ഷെറിൻ അത് കേട്ട് അല്പം നാണിച്ചും രേവതിക്കുട്ടിയോട് ചിണുങ്ങിയും നിന്നു. അത് ശരിയാ, നിന്നെ കണ്ടാലാ കുറച്ചുകൂടെ പ്രായം തോന്നുന്നത്, അലീന പറഞ്ഞു. ഞാനല്ലയോ ഇപ്പം കൊച്ചിൻ്റെ അമ്മ. ഇത് അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും പുന്നാരമോളും. അലീന ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കരം ഗ്രഹിച്ചു. അവരുടെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കി. ഗ്രേസമ്മയുടെ ഹൃദയം നിറഞ്ഞ ആഹ്ലാദം മുഖത്ത് ഓളം വെട്ടുന്നുണ്ടായിരുന്നു. ആൻറ്റി വാ, ഞാൻ എത്ര നേരമായി എന്നറിയോ കാത്തിരിക്കുന്നേ. മാമച്ചൻ നായ്ക്കളെങ്ങാനും ഓടി വരുന്നുണ്ട് എന്ന് നാലുപാട് നോക്കുകയായിരുന്നു. പട്ടികളെ എല്ലാറ്റിനെയും കൊടുത്തോ? ഒന്നിൻ്റെയും അനക്കമില്ലല്ലോ, മാമച്ചൻ അലീനയോട് ചോദിച്ചു. ഇല്ല അങ്കിളെ, ആൻറ്റിയും അങ്കിളും വരുന്നത് പ്രമാണിച്ച് അവർക്ക് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബഹളമൊന്നും ഉണ്ടാക്കിയേക്കരുതെന്ന്, അലീന ചിരിയോടെ പറഞ്ഞു. ഹാ, അത് നന്നായി. ഞാൻ വിചാരിച്ചു നീ കുറച്ചുകൂടെ വണ്ണം വെച്ച് കാണുമെന്ന്. അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നല്ലോ, മാമച്ചൻ കുശലം ചോദിച്ചു. കുറച്ചുകൂടി നന്നായിരുന്നു അങ്കിളെ. ഡ്രൈവിംഗ് പഠിച്ച് മെലിഞ്ഞുപോയി, അലീന പറഞ്ഞു. ഡ്രൈവിംഗ് പഠിച്ചാൽ മെലിയോ? ഞാൻ ആദ്യമായി കേൾക്കുകയാ. ഭയങ്കര ടെൻഷൻ. പപ്പയല്ലേ പഠിപ്പിക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് നല്ല വഴക്ക് കിട്ടും. ചിലപ്പോൾ തലയുടെ പുറകിലൊക്കെ ഓരോ അടിയും കിട്ടും. അയ്യോ, പപ്പയുടെ കൂടെ ഡ്രൈവിംഗ് പഠിക്കണം. പൂച്ച എലിയെ ഡ്രൈവിംഗ് പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാ. അലീനയുടെ വർത്തമാനം കേട്ട് മാമച്ചനും രേവതിക്കുട്ടിയും പൊട്ടിച്ചിരിച്ചു. സ്റ്റാൻലിയുടെ രൂപം വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടതോടെ ചിരി നിലച്ചു. അവതക്കുട്ടിച്ചായനും സ്റ്റാൻലിയുടെ പിന്നാലെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. എല്ലാവരും എന്തിനാണ് അവിടെ വട്ടം കൂടി നിൽക്കുന്നേ? ഇങ്ങോട്ട് കയറി വരൂ, സ്റ്റാൻലി ക്ഷണിച്ചു. അലീന ചിന്നുമോളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് മുൻപേ കയറി ചെന്നു. പപ്പ ഇത് കണ്ടോ? അന്ന് കണ്ട ചിന്നുമോളാണോന്ന് നോക്കിക്കേ. സ്റ്റാൻലി സ്വതസിദ്ധമായ ഗൗരവം വിടാതെ ചിന്നുമോളെ നോക്കി. ചിന്നുമോൾ ഷേഖാൻഡിനായി കൈനീട്ടി. സ്റ്റാൻലിയും കൈനീട്ടി. ഹായ് അങ്കിൾ, നൈസ് ടു മീറ്റ് യു. അത് രേവതിക്കുട്ടി പഠിപ്പിച്ചു കൊടുത്തതായിരുന്നു. അലീനയ്ക്കത് ഇഷ്ടമായി. വെരി നൈസ് ടു മീറ്റ് യു. ഹൗ ആർ യു ചിന്നുമോൾ? സ്റ്റാൻലി കുനിഞ്ഞ് അവളുടെ കവിളത്ത് തലോടി. ഫൈൻ, താങ്ക് യു അങ്കിൾ. സ്റ്റാൻലി നിവർന്ന് മാമച്ചനെ നോക്കി. ഹലോ മാമച്ചൻ, വെൽക്കം വെൽക്കം. താങ്ക് യു സ്റ്റാൻലി. അവതക്കുട്ടിച്ചൻ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു തൂണും ചാരി നിന്നു. അയാൾക്ക് മാമച്ചനെയും ഗ്രേസമ്മയും കാണുമ്പോൾ അല്പം ജാള്യമുണ്ട്. ചിന്നുമോളെ കാണുമ്പോഴുമുണ്ട് ലേശം വൈക്ലഭ്യം. ഈ അവതക്കുട്ടിച്ചാൻ എന്താ വിഷണ്ണനായി വിമൂഖനായി വിരൂപനായി മാറി നിൽക്കുന്നത്? രേവതിക്കുട്ടി അലീനയോട് ഈണത്തിൽ ചോദിച്ചു. എടി പെണ്ണെ, നിന്റെ നാക്ക്, അലീന ശാസിച്ചു. വല്യപ്പച്ചൻ കേട്ടോ എന്തോ? രേവതിക്കുട്ടി കൂസലില്ലാതെ നടന്നു. സ്റ്റാൻലി മാമച്ചനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബാക്കിയുള്ളവർ അലീനയുടെ മുറിയിൽ ഒത്തുകൂടി. ഇനി വിശേഷ വർത്തമാനങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചു നിരത്തുകയായി. ഉച്ചയൂണിന് മുൻപ് സ്റ്റാൻലി 3ഉം മാമച്ചൻ 1.5 പെഗ് വീതം അകത്താക്കി. ഊണ് വിഭവസമൃദ്ധമാക്കാൻ വേണ്ടതെല്ലാം അലീന മുൻകൂട്ടി ചെയ്തിരുന്നു. ഇനി കുറച്ചു ദിവസം ഷെറിനും ചിന്നുമോളും കുളത്തൂപ്പുഴയിലാണ് താമസമെന്ന്
ഊണ് കഴിക്കുന്നതിനിടയിൽ രേവതിക്കുട്ടിയുടെ പ്രഖ്യാപനമുണ്ടായി. അലീനയ്ക്ക് ഇതിൽ പരമൊരു സന്തോഷമില്ലായിരുന്നു. ഊണ് കഴിഞ്ഞ് വീണ്ടും ഗ്രേസമ്മയും ഷെറിനും രേവതിക്കുട്ടിയും അലീനയും മുറിയിലെത്തി. ചിന്നുമോൾക്ക് ഇനിയൊന്ന് മയങ്ങണം. അലീന തൊട്ടടുത്ത ഔതക്കുട്ടിച്ചേൻ്റെ മുറിയിൽ അവളെ ഉറങ്ങാൻ കിടത്തി. കുഞ്ഞിൻ്റെ കഴുത്ത് വിയർക്കുന്നുണ്ടായിരുന്നു. അലീന വേഗം കുറച്ച് ഫാനിട്ട് കൊടുത്ത ശേഷം തൻ്റെ റൂമിലേക്ക് തിരിച്ചുപോയി. ഷെറിൻ അവളോട് അഞ്ജലിയിൽ പോയ വിശേഷങ്ങൾ ചോദിച്ചു. ഫോണിൽ രേവതിക്കുട്ടിയോടും ഷെറിനോടും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കൂടിയും അവർക്ക് നേരിൽ കേൾക്കണം. അലീന എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി വിസ്തരിച്ചു. താൻ റബ്ബർ തോട്ടത്തിലെ ഓഫീസിൽ വരുത്തിയ ഭരണപരിഷ്കാരങ്ങളെപ്പറ്റിയും അഞ്ജലിയിലേക്കുള്ള തുക വെട്ടിക്കുറച്ചതിനെക്കുറിച്ചും പറഞ്ഞു. ഇപ്പം പപ്പ നേരിട്ട് പോയി മക്കളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പോരും. ഒന്നുകിൽ ടോജോയെ അല്ലെങ്കിൽ ടാനിയ മോളെ ഏൽപ്പിക്കും. ചേച്ചിയുടെ കയ്യിൽ കൊടുത്താൽ എന്താ കുഴപ്പം? ഷെറിൻ ചോദിച്ചു. എൽസമ്മ ആൻറ്റി വാങ്ങിക്കില്ല. പപ്പയോട് സംസാരിക്കുക പോലും ഇല്ല. അവർ തമ്മിൽ തീണ്ടലും തൊഴിലും ഉള്ളതുപോലെയാ. എത്ര രൂപ കൊടുക്കും? അവിടുത്തെ വീട്ടു ചിലവിനുള്ള പൈസ, കറണ്ട്, ഫോണും ഫീസും, മരുന്നും മന്ത്രവും, യാത്രാക്കൂലിയും, ഡ്രസ്സ്, ട്യൂഷൻ ഫീസ് എല്ലാം ചേർത്തിട്ട് മാസം 17,500 രൂപ കൊടുക്കും. നല്ലപോലെ കണക്ക് കൂട്ടിയിട്ട് അങ്ങനൊരു ബഡ്ജറ്റ് തയ്യാറാക്കിയത്. അവർക്ക് ഒന്നിനും ഒരു കുറവും വരരുത്. മറ്റുള്ളവർ അവരെ ചൂഷണം ചെയ്യാനും പാടില്ല. മാത്രമല്ല, പണം എവിടുന്നാണ് വരുന്നതെന്നും ആരാണ് തരുന്നതെന്നും ആ മക്കൾ അറിയണ്ടേ. അതിന് പുറകിൽ ഒരാളുണ്ടെന്നും ആ ആളിൻ്റെ അധ്വാനവും മനസ്സുമുണ്ടെന്നും അവർ അറിയണം. റബ്ബർ തോട്ടം കിളിച്ചു വന്നത് ആകാശത്തിലെ പറവകൾ റബ്ബർ കുരു വിതറിയിട്ടല്ലല്ലോ. പപ്പ പട്ടാളത്തിൽ ദീർഘകാലം നടത്തിയ സേവനത്തിൻ്റെ പ്രതിഫലം വേണ്ട വിധത്തിൽ വിനിയോഗിച്ചതുകൊണ്ടല്ലേ. പക്ഷെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. അവരുടെ കണ്ണിൽ പപ്പ എന്തോ മഹാപരാധം ചെയ്തയാളാണ്. പപ്പ പൈസ കൊടുക്കുന്നത് പോലും എന്തോ തെറ്റ് ചെയ്യുന്നത് പോലെയാണ് അവരുടെ കാഴ്ചപ്പാടിൽ. അവരുടെ കണ്ണിൽ അവരുടെ അമ്മയാണ് ത്യാഗിനി. അമ്മ അവർക്ക് ആഹാരം വെച്ച് വിളമ്പുന്നു, വിഴുപ്പലക്കുന്നു. അമ്മ അവർക്ക് വേണ്ടി കരയുന്നു. അമ്മ അവർക്കായി പ്രാർത്ഥിക്കുകയും ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയും ചെയ്യുന്നു. അമ്മ അവർക്ക് വേണ്ടി നിരാശപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നു. അമ്മ അവർക്ക് വേണ്ടി ജീവിത സുഖങ്ങളെല്ലാം ബലികഴിച്ച് സന്യാസിനെ പോലെ കഴിയുന്നു. പപ്പ മാത്രം കുടിച്ച് മതിച്ച് സുഖിച്ച് ജീവിക്കുന്നു. അവരതല്ലേ കാണുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഷെറിൻ പറഞ്ഞു. അപ്പനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാ? അമ്മ തന്നെയാ. പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് അകന്ന് ജോലി ചെയ്യുന്ന അച്ഛന്മാരെ പറ്റി കുറ്റം മാത്രം പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ അങ്ങനെയേ മനസ്സിലാക്കൂ. സ്വന്തം ജീവിതത്തിൽ ഇരുട്ട് നിറയ്ക്കാൻ ആർക്കും സാധിക്കും. എൽസമ്മ ആൻറ്റി അതാണ് ചെയ്തത്. ആ ഇരുട്ട് മക്കളുടെ ജീവിതത്തിലും പടർന്നു. പപ്പയ്ക്ക് ഇങ്ങനെ ജീവിക്കാൻ ഇഷ്ടമായിട്ടാണോ? ഒരിക്കലുമല്ല. ഞാൻ ഇവിടെ വരുമ്പോൾ പപ്പ ജീവിതം ഉപേക്ഷിച്ചതുപോലെയായിരുന്നു. സ്റ്റാൻലി പണവുമായി അഞ്ജലി ചെല്ലുമ്പം കുട്ടികൾ മിണ്ടുവോ? ഗ്രേസമ്മ ചോദിച്ചു. ഇല്ല ആൻറ്റി. പപ്പ അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ യെസ് ഓർ നോ, അത്രമാത്രം. ഒരു ചായ കുടിക്കുന്നു എന്ന് പോലും ചോദിക്കില്ല. അവർക്ക് സ്നേഹമില്ല ആൻറ്റി. അവർക്ക് പപ്പയോട് മാത്രമല്ല, അവരുടെ മമ്മിയോടും റീത്താമ്മ ആൻറ്റിയോടും സ്നേഹമില്ല. ആരോടുമില്ല. സ്നേഹിക്കാൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. അതാണ് സത്യം. നേരിൽ കാണുമ്പോഴത്തെ ചിരിയും വർത്തമാനവുമല്ല സ്നേഹം. അത് സ്നേഹിക്കുന്നവരെ കുറിച്ചുള്ള ഓർമ്മയാണ്. സ്നേഹിക്കുന്നവരെ പറ്റിയുള്ള ചിന്തയും കരുതലുമാണ്. സ്നേഹിക്കുന്നവരോട് കാട്ടുന്ന അലിവും കരുണയും സഹായവുമാണ്. അലീന ആവേശഭരിതയായി. ഈ പറയുന്ന സ്റ്റാൻലിക്കും അങ്ങോട്ട് സ്നേഹിക്കാമല്ലോ മോളെ. സ്വന്തം മക്കളല്ലേ. മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ എല്ലാ അപ്പന്മാരും ചെയ്യേണ്ട കടമ മാത്രമല്ലേ? ഗ്രേസമ്മ ചോദിച്ചു. ആൻറ്റി, കൊടുത്താൽ തിരിച്ചു കിട്ടണം. പച്ചവെള്ളം പോലെ താഴോട്ട് മാത്രം ഒഴുകേണ്ടതല്ല സ്നേഹം. രക്തം പോലെ മുകളിലേക്കും ഒഴുകണം. അലീന വികാരാധീനയായി. ഗ്രേസും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിശബ്ദയായിരുന്നു. ഔതക്കുട്ടിച്ചാൻ സ്റ്റാൻലിയുടെ മുറിയുടെ വാതിക്കലെത്തി നിന്നു. അകത്തുനിന്ന് സംഭാഷണം കേൾക്കാമായിരുന്നു. വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വാതിൽക്കൽ ആളനക്കം കണ്ട് സ്റ്റാൻലി എത്തി നോക്കി. അപ്പച്ചനാണോ? അതെ. ഇങ്ങോട്ട് കയറി വന്നൂടെ? നിങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ. ഞാനേ പുനലൂര് വരെ പോയാലോ എന്ന് ആലോചിക്കുക. അവിടെന്താ വിശേഷം? വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല. വീട്ടിൽ പോയിട്ടിപ്പം കുറേ ദിവസമായില്ലേ. എല്ലാവരെയും ഒന്ന് കണ്ടേച്ചു വരാം. ഓക്കെ, പോണെങ്കിൽ പോയിക്കോ. ബൈജുവിനോട് പറഞ്ഞാൽ മതി. അവന് കൊണ്ടുവിട്ടോളൂ. സ്റ്റാൻലിയുടെ മറുപടി കിട്ടിയ ഉടൻ ഔതക്കുട്ടിച്ചൻ അലീനയുടെ റൂമിലേക്ക് പോയി. അവിടെ വർത്തമാനം പൊടി പൊടിക്കുകയാണ്. എന്താ വല്യപ്പച്ച? അലീന ഔതക്കുട്ടിച്ചാനോട് തിരക്കി. ഞാനേ വീട്ടിലേക്ക് പോകുക. ഇതെന്താ ഇത്ര പെട്ടെന്നൊരു തീരുമാനം? ഇവിടെ ഇപ്പം ആളും പേരുമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പം പോകണ്ട വല്യപ്പച്ചൻ. എല്ലാവരും കൂടെ സന്തോഷിച്ചിരിക്കുമ്പം ഒരാൾ മാത്രം എന്തിനാ മുങ്ങുന്നേ? ഇവിടെ ആർക്കും വല്യപ്പച്ചനോട് ഒരു കിറവുമില്ല. അതുകൊണ്ടൊന്നുമല്ലെന്നേ. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് നിനക്കൊരു കൂട്ടിന് വേണ്ടിയാ, അല്ലാതെ. എന്നാൽ പോയേക്കാം, ഞാനും വരാം. വല്യപ്പച്ചനും ഒരു കൂട്ട് വേണമല്ലോ. അലീന എഴുന്നേറ്റു.
അവതക്കുട്ടിച്ചായൻ പിന്നെ ഒന്നും മിണ്ടാതെ തല ചുറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും പിൻവാങ്ങി. പോകുന്ന വഴിയിൽ ആൻ്റപ്പൻ ചോദിച്ചു, അവതക്കുട്ടിച്ചാൻ പോകുന്നില്ലേ? ഉടനെ ഇല്ല, വെയിലൊന്നാറിക്കോട്ടെ, ഒന്ന് മയങ്ങാനുള്ള സമയമുണ്ട്. വരാത്ത കോട്ടുവ കൃത്രിമമായി ഇട്ടുകൊണ്ട് അവതക്കുട്ടിച്ചാൻ തൻ്റെ മുറിയിലേക്ക് കയറി. അവിടെ കട്ടിലിൽ ചിന്നുമോൾ കിടന്നുറങ്ങുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. അലീനോ ഷെറിനോ കിടത്തിയതായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങണോ വേണ്ടിയൊന്ന് സംശയിച്ച് അല്പനേരം നിന്നു. തലയിണയിൽ നിന്ന് തല ഊർന്നിറങ്ങിയതിനാൽ കുട്ടിക്ക് ശ്വാസതടസ്സമുണ്ടെന്ന് തോന്നി. അയാൾ കട്ടിലിനരികെ ചെന്ന് തലയണ പാകത്തിന് വെച്ചു കൊടുത്തു. ദേഹത്തിന് അടിയിൽ നിന്ന് കൈയെടുത്ത് മാറ്റി നേരെ കിടത്തി. അപ്പോൾ ചിന്നുമോൾ കണ്ണു തുറന്ന് അവതക്കുട്ടിച്ചായനെ നോക്കി. എങ്കിലും അവൾ ഉണർന്നിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. വേറൊരു ലോകത്ത് നിന്ന് നോക്കുന്നത് പോലുള്ള നോട്ടമായിരുന്നു അത്. പതിയെ വീണ്ടും കൺപോളകൾ താഴ്ന്നു. അവതക്കുട്ടിച്ചാൻ കട്ടിലിൽ തന്നെ ഇരുന്നു. ചിന്നുമോളെ ഇതുവരെ താൻ ശരിക്ക് കണ്ടിട്ടില്ലെന്ന് അയാൾ വിചാരിച്ചു. ഇപ്പോഴാണ് മനസ്സിൽ പതിയുന്നത്. അഴകുവിടർന്ന നെറ്റിയിലേക്ക് പാറിക്കിടക്കുന്ന മുടിച്ചുരുളുകൾ ഫാനിന്റെ കാറ്റിൽ ഇളകുന്നു. പാതി വിടർന്ന ചുണ്ടുകൾക്കിടയിലൂടെ അല്പം തെളിഞ്ഞു കാണാവുന്ന കൊച്ചരിപ്പല്ലുകളുടെ വെണ്മയിൽ ഏതോ സ്വപ്നലോകത്ത് നിന്ന് വരുന്ന പൂപുഞ്ചിരി. ആശുപത്രി തൊട്ടിൽ വെച്ചാണ് ആദ്യമായി താൻ ഇവളെ കണ്ടത്. അന്ന് തോന്നിയത് വെറുപ്പും അപമാനവുമായിരുന്നു. പ്രസവത്തിൽ ഇവൾ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നീട് തിരുവനന്തപുരത്ത് പോത്തുംമൂട്ടിലെ അനാഥ മന്ദിരത്തിൽ വെച്ച് ഇവളെ പലവട്ടം കണ്ടിട്ടുണ്ട്. അന്നും വെറുപ്പും വിദ്വേഷവുമായിരുന്നു മനസ്സിൽ. മേരിക്കുട്ടി ഇവളെ ഏറ്റെടുത്ത് ഡാർജിലിംഗിലേക്ക് കൊണ്ടുപോയപ്പോൾ കൊട്ടാരമറ്റം കുടുംബത്തെ ഗ്രസിച്ചിരുന്ന ഒരു തീരാശാപം ഒഴിഞ്ഞുപോയതുപോലത്തെ ആശ്വാസമായിരുന്നുവെന്നും അവതക്കുട്ടിച്ചായൻ ഓർത്തു. തൻ്റെ മകളുടെ കുഞ്ഞാണിത്, കൊച്ചുമകൾ. മനുഷ്യർ തൻ്റെ ദുരഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്നെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ഒരേയൊരു ജീവിതം മാത്രം കിട്ടിയ എത്രയോ പേരെ വേദനിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അലീന ഇല്ലായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞ് ഇപ്പോഴും അനാഥാലയത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ. അവതക്കുട്ടിച്ചായൻ ദീർഘനിശ്വാസമെടുത്തു. ചിന്നുമോളെ തന്നെ നോക്കിയിരിക്കെ അവതക്കുട്ടിച്ചായൻ്റെ മനസ്സിൽ ആത്മനിന്ദയും കുറ്റബോധവും പെരുകി. അതിൻ്റെ മറുവശത്ത് സ്നേഹത്തിൻ്റെ ആദ്യ രശ്മികൾ ഉതിരുന്നതും അയാൾ അറിഞ്ഞു. വലങ്കൈ നീട്ടി കുഞ്ഞിൻ്റെ നെറ്റിയിലെ അളകങ്ങൾ മാടി വയ്ക്കുമ്പോൾ, കവിളത്ത് തലോടുമ്പോൾ അയാളുടെ വിരൽത്തുമ്പുകളിൽ വാത്സല്യം തുളുമ്പി. രാത്രി അത്താഴമേശമേൽ വെച്ച് മാമച്ചനും ഗ്രേസമ്മയും അവതക്കുട്ടിച്ചായനോടും അലീനയോടും സ്റ്റാലിയോടുമായി ഷെറിൻ്റെ വിവാഹക്കാര്യം ചർച്ച ചെയ്തു. ഷെറിൻ ചെറുപ്പമാണ്. ഒരാളിൻ്റെ ഭാര്യയായിരുന്നുവെങ്കിലും ആ ബന്ധം 1.5 വർഷമേ നീണ്ടു നിന്നുള്ളൂ. അവൾക്കിനിയെങ്കിലും ഒരു ജീവിതം വേണം. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ആലോചിച്ച് അത് നടത്തി കൊടുക്കണം. നാളെയാകട്ടെ, അടുത്ത വർഷമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകരുത്. അവതക്കുട്ടിച്ചാനെന്താ ഒന്നും മിണ്ടാത്തെ? മാമച്ചൻ ചോദിച്ചു. ഞാൻ എന്നാ പറയാനാ? കല്യാണം നടത്തുന്നതൊക്കെ നല്ല കാര്യമാ. പക്ഷേ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമാണോ അത്? ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. കാര്യങ്ങളൊക്കെ തുറന്നു പറയണ്ടേ? ഒരു കല്യാണം കഴിച്ചതും തമ്മിൽ പിരിഞ്ഞതും മാത്രമേ ഉള്ളൂവെങ്കിൽ സാരമില്ല. കല്യാണത്തിന് മുൻപ് പ്രസവിച്ചു എന്നുള്ള കഥയൊക്കെ പറയുമ്പം നല്ലൊരു ബന്ധം ഒത്തുകിട്ടാൻ പ്രയാസമാ. നമ്മൾ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ ഇല്ലേ? നമ്മളൊക്കെ കുടുംബത്തിൽ പിറന്നവരല്ലേ? കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് മനസ്സിലാകുമല്ലോ. ഷെറിൻ കണ്ടമാനം ജീവിച്ചവളാണെന്നോ പിഴച്ചു നടന്നവളാണെന്നോ ആർക്കും തോന്നാത്ത പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, മാമച്ചൻ പറഞ്ഞു. അങ്ങനെയൊരു കല്യാണം നടത്തണമെങ്കിൽ നിലവിലുള്ള ബന്ധം നിയമപരമായി വേർപെടുത്തണ്ടേ? സ്റ്റാൻലി പറഞ്ഞു. അതും വേണ്ടിവരും. ഗ്രേസമ്മ അതിനോട് അനുകൂലിച്ചു. അവിടെ കെട്ടിയവൻ ബന്ധം പിരിയാൻ സമ്മതിച്ചില്ലെങ്കിലോ? അവതക്കുട്ടിച്ചായൻ ചോദിച്ചു. അവൻ ഉപേക്ഷിച്ചതല്ലേ? എന്തായാലും അവൻ അവളെ വേണ്ട. അപ്പോൾ പിന്നെ ബന്ധം പിരിയുന്നതല്ലേ അവനും നല്ലത്. അവനും ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഡിവേഴ്സ് വേണ്ടി വരുമല്ലോ, ഗ്രേസമ്മ വാദിച്ചു. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടോണിയുടെ വീട്ടിൽ പോയി വീട്ടുകാരുമായി ഈ കാര്യം സംസാരിക്കുക എന്നുള്ളതാ. വേണ്ട പോലെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. ടോണി ഇപ്പോൾ വീട്ടിലുണ്ടോയെന്ന് നമുക്കറിയില്ല. കുവൈറ്റിലല്ലേ അവന് ജോലി. അവൻ്റെ വീട്ടുകാർ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ടോണിയോട് പറയിപ്പിക്കാം, മാമച്ചൻ അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കരുത് അങ്കിളെ. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ, ഒരു തീരുമാനമെടുത്താൽ പോരെ, അലീന പറഞ്ഞു. എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ആരും ധൃതി പിടിച്ച് ഒന്നും ചെയ്യേണ്ട. ഞാൻ എൻ്റെ മോളെയും വളർത്തി കഴിഞ്ഞു കൂടിക്കൊള്ളാം, ഷെറിൻ പറഞ്ഞു. നാളെ നിന്നെ പിടിച്ച് കെട്ടിക്കാനൊന്നുമല്ല. ഓരോരോ കാര്യങ്ങൾ കണക്കൂട്ടി നേരത്തെ ചെയ്തു വെക്കുന്നുവെന്നേ ഉള്ളൂ, ഗ്രേസമ്മ പറഞ്ഞു. അടുത്ത ഏതെങ്കിലും ഒരു ദിവസം മൂവാറ്റുപുഴയിൽ പോയി ടോണിയുടെ വീട്ടുകാരെ കാണണമെന്ന് തീരുമാനമായി. അവതക്കുട്ടിച്ചായനും മാമച്ചനും ഗ്രേസമ്മയും അലീനയും കൂടി പോകാമെന്നും നിശ്ചയിച്ചു. കാറിൽ നിന്ന് അവതക്കുട്ടിച്ചായൻ ഇറങ്ങുന്നതുവരെ ആരാണ് വന്നിരിക്കുന്നതെന്ന് ദീനാമയ്ക്ക് പലവിധ സംശയങ്ങളുണ്ടായിരുന്നു.
അലീനയെയും മാമച്ചനെയും ഗ്രേസമ്മയെയും മുൻപൊരു തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഓർമ്മ വേണ്ടത്ര തെളിഞ്ഞില്ല. എന്നാൽ ഔതക്കുട്ടിച്ചാനെ കണ്ടതോടെ ദീനാമ്മയുടെ മുഖത്ത് കാർമേഘത്തിന്റെ നിഴൽ വീണു. ജനാലയിലൂടെ നോക്കിക്കൊണ്ടിരുന്ന ദീനാമ്മയുടെ പിറകിൽ നിന്ന നിവ്യ ആശ്ചര്യത്തോടെ പറഞ്ഞു, ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാരാണല്ലോ. ഡോർബെൽ കേട്ട് വാതി തുറന്നതും നിവ്യയായിരുന്നു. സാമാന്യ മര്യാദയുടെ പേരിൽ ദീനാമ്മ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളിവിടെ മുൻപ് വന്നിട്ടുണ്ട്, ഓർക്കുന്നുവോ? മാമച്ചൻ ചോദിച്ചു. ഓർക്കുന്നുണ്ട്, ദീനാമ്മ പരുഷ സ്വരത്തിൽ പറഞ്ഞു. ടോണി ഇല്ലേ ഇവിടെ? ഇല്ല. കുവൈറ്റിലായിരിക്കും അല്ലേ? ദീനാമ്മ മറുപടി പറയാതെ അകത്തേക്ക് പോയി. നിവ്യയും പിൻവലിഞ്ഞു. ഇവരെന്താ ഇങ്ങനെ? മുൻപ് നമ്മൾ വന്നപ്പോൾ നല്ല പെരുമാറ്റമായിരുന്നല്ലോ, ഗ്രേസമ്മ സ്വരമടക്കി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ നിവ്യ ഒരു ട്രേയിൽ 4 ഗ്ലാസ് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് ടീപ്പോയ് മേൽ വെച്ചു. അമ്മ എന്തിയ മോളെ, ഒന്ന് വിളിച്ചേ, അലീന നിവ്യയോട് പറഞ്ഞു. അത് ടോണിയുടെ അനുജത്തിയാണെന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ അലീന പരിചയപ്പെട്ടിരുന്നു. നിവ്യ പോയി ദീനാമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. ഞങ്ങളൊരു കാര്യം സംസാരിക്കാൻ വന്നതാ, മാമച്ചൻ തുടങ്ങി വെച്ചു. ഏതായാലും ടോണിയും ഷെറിനും തമ്മിലുള്ള ബന്ധം അലസി പിരിഞ്ഞു. ടോണി ഷെറിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. രണ്ടുപേരും ചെറുപ്പം. ഇനി ടോണിക്കൊരു കല്യാണം കഴിക്കണമെങ്കിലും ഷെറിനൊരു കല്യാണം കഴിക്കണമെങ്കിലും നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്. അത് മനസ്സിലായില്ല, ദീനാമ്മ പറഞ്ഞു. നിലവിലുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്താതെ വേറെ കല്യാണം കഴിക്കാൻ പാടില്ലെന്നാണ് നിയമം, മാമച്ചൻ അറിയിച്ചു. കുടുംബ കോടതി മുഖേന വിവാഹബന്ധം വേർപെടുത്തി കിട്ടാൻ ഏറ്റവും എളുപ്പമാർഗം ഒരു ജോയിന്റ് ഡിവോഴ്സ് സ്യൂട്ട് ഫയൽ ചെയ്യുക എന്നതാണ്. രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ പിരിയാൻ ആഗ്രഹിക്കുന്നതായി കോടതിയെ ബോധ്യപ്പെടുത്തുക. ടോണിക്ക് ബന്ധം വേർപെടുത്താനും വേറെ കല്യാണം കഴിക്കാനും മനസ്സില്ലെങ്കിലോ? ദീനാമ്മ കുപിതയായി. അങ്ങനെയൊരു വാശിയുടെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ നല്ലപോലെ സ്ത്രീധനം തന്നിട്ട റാണി മോളെ ടോണിയെ കൊണ്ട് കെട്ടിച്ചത്. 101 പവനും 10 ലക്ഷം രൂപയും. അതും ഞങ്ങൾ തിരികെ ചോദിക്കുന്നില്ല. തിരിച്ചു തരാനുള്ള മനസാക്ഷി ഉണ്ടെങ്കിൽ തിരിച്ചു തരിക, അത്ര തന്നെ, ഔതക്കുട്ടിച്ചാൻ പറഞ്ഞു. 101 പവനും 10 ലക്ഷം രൂപയും, ദീനാമ്മ പുച്ഛിച്ചു. നാണമില്ലല്ലോ നിങ്ങൾക്കിത് പറയാൻ? പിഴച്ചു പ്രസവിച്ച ഒരു പെണ്ണിനെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവച്ചതിൻ്റെ കൂലി. അവനൊരു പാവമായതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ചുമന്നോളുമെന്ന് കരുതി അല്ലേ? എന്നിട്ട് മനസാക്ഷി ഇല്ലേന്ന്. ആർക്കാ ഉതക്കുട്ടിച്ചായ മനസാക്ഷി ഇല്ലാതെ പോയത്? സ്വന്തം മകള് ഒന്ന് പെറ്റതാണെന്ന് സത്യം മറച്ചുവെച്ച് ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ ഒളിപ്പിച്ച ശേഷം എൻ്റെ മോനോട് ഇതുപോലൊരു ചതി ചെയ്ത നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും മനസാക്ഷിയുണ്ടോ? ഔതക്കുട്ടിച്ചായന് നേർക്ക് ദീനാമ്മയുടെ കണ്ണുകൾ എരിഞ്ഞു. ഔതക്കുട്ടിച്ചായന് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. മുഖത്തേക്ക് ആരോ ചളിവെള്ളം തെറിപ്പിച്ചതുപോലെ ഒരമ്പരപ്പും നാണക്കേടും. നിങ്ങൾ എഴുതാപ്പുറമൊന്നും വായിക്കേണ്ട. ഷെറിന് വേറെ കല്യാണമൊന്നും ആയിട്ടില്ല എന്ന് വെച്ച് ഇനി എന്തെങ്കിലും ആയിക്കൂടൊന്നുമില്ല. നിയമപരമായിട്ട് ബന്ധം വേർപെടുത്തുന്നതാ രണ്ടു കൂട്ടർക്ക് നല്ലത്, മാമച്ചൻ പറഞ്ഞു. അവളുടെ പ്രാന്തൊക്കെ മാറിയോ? കൊച്ചിനെ ആരാണ്ട് കൊന്നുകളഞ്ഞെന്നും പറഞ്ഞായിരുന്നല്ലോ ബാധയിളക്കം. എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ച അവൾക്ക് ഈ ലോകത്തും പരലോകത്തും ഗതി കിട്ടുമോ? ഇങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ. നിങ്ങളും മക്കളെ പ്രസവിച്ച സ്ത്രീയല്ലേ, അമ്മയല്ലേ. ഷെറിൻ എന്തുമാത്രം സഹിച്ചു എന്ന് അവൾക്കേ അറിയൂ. അവളുടെ കുഞ്ഞിനെ അവൾക്ക് തിരിച്ചു കിട്ടി. അവളുടെ മനസ്സും ശാന്തമായി. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളുടെ മോനുമായി ഷെറിൻ്റെ കല്യാണം തീരുമാനിച്ചതാണെന്നും അവനൊരു ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു പോയത് കൊണ്ടാണ് കല്യാണം നടക്കാതെ പോയതെന്നും. അവൾ പ്രസവിച്ച കുട്ടി ഞങ്ങളുടെ മകൻ്റെയാണ്. വല്ലപ്പോഴുമെങ്കിലും ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതൊക്കെ ഓരോ വിധിയാണ്, ഗ്രേസമ്മ ദീനാമ്മയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എൻ്റെ മോനെ ചതിച്ചതിന് ന്യായം പറയുകയാണോ നിങ്ങൾ? യാതൊരു ഉളുപ്പുമില്ലാതെ വഞ്ചനയും ചതി നടത്തിയിട്ട് വിധിയാണത്രേ. ചെയ്തത് നന്നായെന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, മാമച്ചൻ പറഞ്ഞു. തെറ്റ് തന്നെയാ, അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ തിരുത്താനും നിവൃത്തിയില്ല. ടോണിയും വിഷമിക്കേണ്ട കാര്യമില്ല. അവൻ ചെറുപ്പമാണ്. ജോലിയും ശമ്പളവും വീടും വീട്ടുകാരും എല്ലാം ഉണ്ട്. ഇനിയാണെങ്കിലും നല്ലൊരു ബന്ധം കിട്ടും. നല്ലൊരു ജീവിതം അവന് ഇനിയും തുടങ്ങാം. അവനൊരാണല്ലേ. അവൻ ഇനി എവിടുന്ന ജീവിതം? കുടിച്ചു കുടിച്ച് അവൻ്റെ ചങ്കും കരളും ഒക്കെ പോയില്ലേ. അവനു വേണ്ടി ഞങ്ങൾ എത്ര കല്യാണം ആലോചിച്ചതാ. പെണ്ണിൻ്റെ വീട്ടുകാർ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകും അവനൊരു മുഴുക്കുടിയനാണെന്ന്. കുവൈറ്റിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നതാ. ഒടുക്കത്തെ കുടി കാരണം അതും പോയി. ദീനാമ്മ തേങ്ങുകയും മൂക്ക് പിഴിയുകയും ചെയ്തു. ഇപ്പോൾ കുവൈറ്റിലല്ലേ, മാമച്ചൻ ചോദിച്ചു. കോലഞ്ചേരി ആശുപത്രിയിലുണ്ട്. ഇനിയും കുടിച്ച ജീവിച്ചിരിക്കുന്ന കാര്യം സംശയമാണെന്ന് പറഞ്ഞ കഴിഞ്ഞ തവണയും ആശുപത്രിയിൽ നിന്ന് വിട്ടത്. പിന്നെ അവൻ കുടിച്ചു, ചോര ഛർദ്ദിച്ചു. ഇപ്പം 4 ദിവസമായി ഗ്ലൂക്കോസ് ഇട്ട് കിടത്തിയിരിക്കുമായിരുന്നു ICUവിൽ. എനിക്കറിയാം, ആശുപത്രിയിൽ നിന്നിറങ്ങിയ അവൻ ഇനിയും കുടിക്കും. ദീനാമ്മ വീണ്ടും തേങ്ങുകയും മൂക്ക് പിഴിയുകയും ചെയ്തു.
നിങ്ങളുടെ മോൾക്ക് ഇനിയും വേറൊരു ബന്ധവും ജീവിതവും ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ എൻ്റെ മോനെ കൊല്ലാക്കൊല ചെയ്തതിൻ്റെ പാപഭാരം ഈ ജന്മത്ത് അവളുടെ തലേന്ന് പോകുമോ? ഒരിക്കലുമില്ല. സാരി തലപ്പെടുത്ത് കണ്ണു തുടച്ചുകൊണ്ട് ദീനാമ്മ അവരുടെ മുൻപിൽ നിന്ന് പോയിക്കളഞ്ഞു. ഇനിയൊന്നും പറയാനില്ലാതെ വാക്കുകൾ നഷ്ടപ്പെട്ട് മാമച്ചനും ഗ്രേസമ്മയും ഔതക്കുട്ടിച്ചാനും അലീനയും നിസ്തേജരായി ഇരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ബാക്കി കഥയുമായി വീണ്ടും വരാം. ബൈ.